വെൽക്കം ബാക്ക് ടു വൈബ്സ് ഡേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ പൂന്തോട്ടത്തെ പരിചയപ്പെടുത്താനാണ്. അപ്പം മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ചീരയാണ്. ചീരയുടെ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്കറിയാവുന്നത്. എനിക്കങ്ങനെ കൃത്യമായിട്ടുള്ള പേരൊന്നും എല്ലാത്തിൻ്റെ അറിയത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെടി. ഊട്ടിയൊക്കെ പോയിട്ടുള്ളവർ ഇത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. എന്താ ഇതിൻ്റെ ഒരു കളർ കൂടെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, മഞ്ഞ. പക്ഷേ അത് കരിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഈ റെഡ് കളറാണ്. ഈ ചെടിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളത് ഈ റെഡ് ചീരയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടത്തോടെ നടുമ്പോൾ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഈ ചെടിയുടെ പേര് ബാൽസം എന്നാണ്. ഈ ചെടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കുരു പോലത്തെ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ വേഗം പൊട്ട്. അതൊരു ഭംഗിയാണ്. ഇത് കൂട്ടത്തോടെയാണ് വളരുക. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മിക്കവരുടെയും വീട്ടിൽ കൂടെ ഇതുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഏത് ഫ്രൂട്ടിന്റെ ചെടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടിയാണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതൊരു പുളിയുള്ള സാധനത്തെയും മധുരമാക്കി മാറ്റുന്ന ഒരു മിറാക്കിളാണ് ഈ ഫ്രൂട്ട്. അപ്പം ഇതിന്റെ കാ തീർന്നു പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തന്നേനെ കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ. ഇതാണ് കുറ്റിച്ചെത്തി, എല്ലാ വീട്ടിലെ എപ്പോഴത്തെയും സ്റ്റാർ, കൃഷ്ണന്റെ പ്രിയപ്പെട്ടത്. അപ്പം ഇതാരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇത് ചെത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ബുഷായിട്ടാണ് വളരുന്നത്. ഇതിൻ്റെ കളർ നല്ലൊരു ബേബി പിങ്കാണ്. ഇതുപോലെ തന്നെ ഒരു റെഡ് കളറും കൂടെ ഉണ്ട്. അത് ഇതിനെക്കാട്ടിലും ഭംഗിയാണ്. പൂവില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. ഗൈസ്, ഇതെന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതാണ് മാരിഗോൾഡ്. ഇതിന് പൂ പൂക്കുമ്പോഴേക്ക് ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാണ് പനിനീർ റോസ. ഇത് മിക്കവരുടെയും വീട്ടിൽ കാണാവുന്നതാണ്. ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടുമുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ഒരുപാട് ഇതളുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒന്നിച്ചൊന്നിച്ചാണ് വളരുന്നത്. ഇത് 10 മണിപ്പൂവാണ് കേട്ടോ. ഇത് 10 മണിക്ക് വിരിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇതാണ് 10 മണിയുടെ ഫോട്ടോ. ഇത് ഞാൻ രാവിലെ എടുത്തതാണ്. 10 മണിയുടെ പല പല വെറൈറ്റി കളേഴ്സ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ? ഇതൊരു വെറൈറ്റി ടൈപ്പ് ഇലച്ചെടിയാണ് കേട്ടോ. ഇത് ഏത് പൂവാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് പട്ടത്തിപ്പൂ. ഇത് ഇപ്പോഴത്തെ ജനറേഷന് അറിയാൻ വഴിയില്ല. പണ്ടത്തെ ജനറേഷനൊക്കെ മുല്ലപ്പൂവിനൊപ്പം മാല കെട്ടി തലയിൽ ചൂടിക്കൊണ്ട് നടന്നിരുന്ന പൂവാണിത്. എൻ്റെ സപ്പോർട്ടൊക്കെ കാഴ്ച തുടങ്ങി. പക്ഷേ വവ്വാലുകൾ അത് തിന്നാനായിട്ട് കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ കിട്ടുമോ എന്നറിയത്തില്ല. പക്ഷെ ഞാൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ ഒന്നാണ് സബ്ജൈസ്. ഇതാണ് വിഷു ലില്ലി. വിഷു സമയത്ത് മാത്രമേ ഇത് പൂക്കാറുള്ളൂ. മിക്കവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കില്ല. കാരണം ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതാണ് ശംഖുപുഷ്പം. ഇത് മിക്കവരുടെയും വീട്ടിലുണ്ടാവുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ശംഖുപുഷ്പം ടീ ആണ്. ഗൈസ്, ഇതാണ് കട്ടമുല്ല. ഇത് എല്ലാവർക്കും കാണാൻ വഴിയില്ല. പക്ഷെ ഇതിന് ഒരുപാട് ഇലകളുണ്ട്. സാധാരണ മുല്ലേനെ വെച്ച് നോക്കുമ്പോൾ ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. 2 മുല്ലയൊക്കെ ചേർന്ന് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ഒറ്റ കട്ടമുല്ല കണ്ടാൽ തോന്നുക. കട്ടമുല്ല വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ ഗൈസ്? ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.